ഇതാണ് സ്ലീവ് കർവ് സ്കെയിൽ. നല്ല ഷേപ്പിൽ സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങൾ, എന്നാൽ ഈ വീഡിയോ കണ്ടോട്ടോ. നമ്മൾ സ്ലീവിനുള്ള തുണി നമ്മൾ 4 ഫോൾഡായിട്ട് മടക്കിയിടുക. അതിനുശേഷം സ്ട്രെയിറ്റ് സ്കെയിൽ കൊണ്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. തുണിയിൽ എന്തെങ്കിലും വളവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് സ്ലീവിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അവിടെയും ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ കറക്റ്റായിട്ട് തുണി അളന്നെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം സ്ലീവിൻ്റെ വിഡ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ടാണ് ഈ സ്കെയിൽ വെച്ച് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതാകുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ആ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ആ രീതിയിൽ വേണം നമ്മൾ ഈ സ്കെയിൽ വയ്ക്കാനായിട്ട്. നമുക്ക് ആ കൈക്കുഴിയൊക്കെ നല്ല രീതിക്ക് തന്നെ നല്ല ഷേപ്പിൽ വരച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ. ശരിക്കും നമ്മൾ ചിലപ്പോൾ കൈകൊണ്ട് വരച്ചാലും വരും, പക്ഷെ നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ കൈകൊണ്ട് വരയ്ക്കാൻ അറിയാത്തവരും ഉണ്ട്. അതിനുശേഷം നമ്മളുടെ കൈക്കുഴി എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച്, ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടാറുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും തയ്യൽ തുമ്പ് ഇട്ടിട്ട് അതും മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ഒട്ടുമിക്ക ടൈലേഴ്സും ഈ സ്കെയിൽ ഉപയോഗിക്കുന്നവരാണ്, ഉപയോഗിക്കാതെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. നമ്മുടെ വീഡിയോസിൽ കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും കേട്ടോ. അതായത് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള കണ്ടൻറ്റുകളായിരിക്കും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും സ്ലീവ് കിട്ടുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ സ്കെയിൽ ഒരെണ്ണം വാങ്ങിച്ചോട്ടോ. ഞാനിത് മീഷോ നിന്നാണ് വാങ്ങിച്ചത്. 100 റുപ്പീസിൽ താഴെയുള്ളൂ, 70 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.